വെൽക്കം ബാക്ക് ടു നാസ്റ്റാച്ച് മീഡിയ ഡ്രിവൺ ബൈ പാഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു 2002 മോഡൽ സ്പ്ലെൻഡറുമായിട്ടാണ്. വേറെ ഒരു സ്പ്ലെൻഡർ അല്ല, അത്യാവശ്യം നല്ല രീതിക്ക് മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു സ്പ്ലെൻഡറാണ് നമ്മളോട് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈ ഒരു വാഹനത്തിനെ പറ്റിയുള്ളതാണ്. ആൻഡ് യെസ്, മൂവിങ് ടു ദ ഡീറ്റെയിൽസ്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുന്നതിന് മുന്നേ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ കളറാണ്. നല്ല അടിപൊളി GTR ബ്ലൂ. നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ ആ ക്വാളിറ്റി എല്ലാം പക്കയാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്, അതുകൊണ്ട് പറയുന്നില്ല. എന്നാൽ പോലും വണ്ടിയുടെ പെയിൻറ്റിങ് ആണെങ്കിലും ആ ഒരു ഗ്രാഫിക്സ് ആണെങ്കിലും വണ്ടി നല്ല രസമുള്ള രീതിക്കാണ് അത് ചെയ്തിരിക്കുന്നത്. സോ ബേസിക്കലി പറയുകയാണെങ്കിൽ ആ ഒരു കളർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഈ സ്ക്രീനിൽ കാണുന്ന പുള്ളിയുടേതാണ് ഈ ഒരു കളർ എന്ന് പറയുന്നത് അല്ലേ. എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു വാഹനമാണ് നമ്മുടെ GTR എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ബ്ലൂ കളറാണ് ഇതൊരു സ്പ്ലെൻഡറിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. നോട്ട് ചെയ്യേണ്ട കാര്യം, ഇതൊരു 2002 മോഡലാണ്, പക്ഷേ ഇതിൽ ധാരാളം എലമെൻറ്റ്സ് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് നോക്കാം. നോക്കി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വരുന്ന ഇൻഡിക്കേറ്റേഴ്സിനെ ചേഞ്ച് ചെയ്ത് പുതിയ മോഡലായിട്ട് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിൽ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്സ് ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചെയ്തിരിക്കുന്ന ഡിസ്ക് ബ്രേക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹോണ്ട ഷൈൻ്റെ ഡിസ്ക് ബ്രേക്സാണ് ഫ്രണ്ടിൽ ചെയ്തിരിക്കുന്നത്. ബാക്കും ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ബാക്കിൽ കുറച്ച് റെയർ ആയിട്ടുള്ളൊരു സാധനമാണ്, എനിക്ക് തോന്നുന്നില്ല, ഞാനങ്ങനെ എവിടെയും കണ്ടിട്ടില്ല. ഡോമിനറിൻ്റെ ഡിസ്ക് ബ്രേക്കാണ് ബാക്കിലേക്ക് ഈ ഒരു സ്പ്ലെൻഡറിൽ ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വാഷൊക്കെ ചെയ്ത് എടുത്തിട്ട് വന്ന വണ്ടിയാണ്, പക്ഷേ ഈ ഒരു പ്രതലത്തിലൂടെ ഓടി വന്നപ്പോൾ ചെളി ഉണ്ടായിരുന്നു നല്ലോണം. അത് നല്ല രീതിക്ക് ടയറിലടിച്ച് വൃത്തിയിടായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ക്ഷമിച്ചേക്കുക, കഴുകിയിട്ട് കൊണ്ടുവന്നു, പക്ഷേ അത് പറ്റിപ്പോയി. ഓക്കെ, അപ്പം ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ആ ഒരു ബ്ലൂ കളറൊക്കെ കൊടുത്ത് അതേപോലെ തന്നെ കാലിപ്പറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വരുന്നത് നമ്മുടെ ഡോമിനറിൻ്റെ ഡിസ്ക് ബ്രേക്കാണ് ആ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെഡ്ലൈറ്റ്സ്, ആഫ്റ്റർ മാർക്കറ്റുള്ള ഹെഡ്ലൈറ്റ്സ്, LED ഹെഡ്ലൈറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടെ തന്നെയാണ് ഡേ ടൈം റണ്ണിങ് ലാമ്പ്സ്, റെഡ് ആൻഡ് ബ്ലൂവിൽ ഡേ ടൈം റണ്ണിങ് ലാമ്പ് കൂടി വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഹെഡ്ലൈറ്റാണ് അതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ കാണുന്ന ആ ഒരു മിറേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്പ്ലെൻഡറിൻ്റെ മിറേഴ്സ് അല്ല, അത് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്ക്വയർ ടൈപ്പ് വരുന്ന മിറേഴ്സാണ് അതിൽ ആഡ് ആക്കിയിരിക്കുന്നത്. ദെൻ പിന്നെ നോക്കുകയാണെങ്കിൽ കാണുന്നത് നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഉള്ളത് ഫോഗ് ലൈറ്റ്സിനെ പറ്റി സംസാരിക്കാനുണ്ട്. ഇവിടെ ഒരു അഡീഷണൽ ഫോഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട്. ആ ഒരു ഫോഗ് ലൈറ്റ് എന്ന് പറയുന്നത് LED ആണ്. അഡീഷണൽ സ്വിച്ചൊക്കെ കൊടുത്തിട്ടാണ് ആ ഒരു സംഭവം ചെയ്തിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് സൈഡ് വ്യൂവിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഗ്രാഫിക്സ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് സിൽവർ തീമിലുള്ള ഒരു അടിപൊളി ഗ്രാഫിക്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഏതൊരു റോഡിൽ അല്ലെങ്കിൽ ഏതൊരു സ്ഥലത്ത് നിന്നാലും ഇതിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ എന്താ പറയുക അട്രാക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അതിപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് പേര് അതുവഴി പോകുന്നുണ്ട്. അവരെല്ലാവരെയും കണ്ണിങ്ങോട്ടാണ്. ഞാനൊന്ന് കാണിച്ചു തരാം, പബ്ലിക് റിയാക്ഷൻ എന്തായാലും ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ട് സൈഡിൽ നോക്കുകയാണെങ്കിലുള്ളത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഹെഡ്ലൈറ്റ് ആണെങ്കിലും പിന്നെ ഫോഗ് ലൈറ്റ് ആണെങ്കിലും എല്ലാം അഡീഷണൽ സ്വിച്ചുകൾ വെച്ചാണ് ഇവിടെ കൺട്രോൾ ചെയ്തിരിക്കുന്നത്. അതെല്ലാം ഞാൻ കാണിച്ചു തരാം. പിന്നെ വരികയാണെങ്കിൽ RPM മീറ്റർ, ഇവിടെ ആയിട്ടൊരു RPM മീറ്റർ കൊടുത്തിട്ടുണ്ട്. ഹാൻഡിൽസ് ചേഞ്ച് ആക്കി ബാർ ഹാൻഡിൽ ആക്കിയിട്ടുണ്ട്. ബാക്കി പക്ഷേ മീറ്റർ എല്ലാം തന്നെ നമ്മുടെ ക്ലസ്റ്റർ എല്ലാം സെയിം ആക്കി തന്നെ നിർത്തിയിട്ടുണ്ട്. അതൊന്നും ചേഞ്ചസ് ഇല്ല. പഴയ നമ്മുടെ ഒരു ഓൾഡ് സ്കൂൾ മോഡലിൽ തന്നെയാണ് അത് നിൽക്കുന്നത്. പിന്നെ സീറ്റ്സിലേക്ക് നോക്കുകയാണെങ്കിൽ അഡീഷണൽ കുറച്ച് കുഷൻ ചെയ്ത സീറ്റ്സാണ്. ഒരു ലോങ് ഒക്കെ പോകാൻ പറ്റുന്ന രീതിയിൽ ലോങ് റൈഡൊക്കെ എടുത്തിട്ട് പോകുന്ന ഒരാളാണ് എൻ്റെ ഓണർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ ഒരു രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്ന ഒരു സസ്പെൻഷൻ, അത് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. സസ്പെൻഷൻ നമ്മുടെ സ്പ്രിങ് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിൽ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ദെൻ പിന്നെ നോക്കുകയാണെങ്കിൽ ബാക്കിലേക്ക് വരികയാണെങ്കിലും ആ ഒരു ബ്ലൂ കളർ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് അട്രാക്റ്റീവാണ്. അതായത് ഏതൊരു സൈഡിൽ നിന്ന് നോക്കിയാൽ ആ ഒരു ബ്ലൂ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. പിൻഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ വേറെ അങ്ങനെ അധികം ഓവർ മോഡിഫൈ ചെയ്ത് അങ്ങനെ ഭയങ്കരമായിട്ട് ബോറൊന്നും ആക്കിയിട്ടില്ല. വേറെ ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ള അത് തന്നെയാണ്. നമ്മുടെ നോർമൽ ടൈലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇൻഡിക്കേറ്റേഴ്സ് ചേഞ്ച് ആക്കി പുതിയ മോഡലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇത്രയും മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ സൈഡിൽ നിന്നുള്ള വ്യൂവിലും ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂവിലുമാണ് നമുക്ക് ആ മെയിനായിട്ടുള്ള ഇത് വ്യത്യാസം അറിയുന്നത്. അതായത് ഡിസ്ക് ബ്രേക്കിൻ്റെതാണെങ്കിലും കളറിൻ്റെതാണെങ്കിലുള്ള വ്യത്യാസമാണ് ഭയങ്കരമായിട്ട് നമുക്ക് എടുത്തറിയിക്കുന്നത്. അതുപോലെ പക്ഷേ ഇത് ഓടിക്കാനുള്ള സുഖം, സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം. അതാണല്ലോ, അതുകൂടെ ഉണ്ടല്ലോ അല്ലേ. ഓടിക്കുന്നതിന് മുന്നേ നമ്മുടെ സൗണ്ട് ഒന്ന് കേൾക്കണമല്ലോ. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ പിന്നെ ചെയ്തിരിക്കുന്ന അഡീഷണൽ വന്നിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് സെൽഫ് സ്റ്റാർട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ പുതിയ മോഡലിൻ്റെ ഒരു സ്വിച്ചൊക്കെ കയറ്റിയിട്ട്, ഇത് കിൽ സ്വിച്ചായിട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ i3 സ്വിച്ചാണ്. ഇത് കിൽ സ്വിച്ചായിട്ട് ആഡ് ചെയ്തുകൊണ്ട് നമ്മളിവിടെ സെൽഫ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ദ സൗണ്ട്. അതായത് ഇതിൽ
ഇതാണ് നമ്മുടെ ഡ്രൈവിംഗ് പൊസിഷൻ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല അപ്രൈറ്റ് ആയിട്ടുള്ളൊരു സീറ്റിംഗാണ്. ഞാൻ പറഞ്ഞു സീറ്റിൽ കുറച്ച് അഡീഷണൽ കുഷൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ലോങ് റൈഡിനൊക്കെ ഒരു കംഫർട്ട് കിട്ടുന്ന രീതിയിലാണ് ഒരു സീറ്റിംഗ് എന്നൊക്കെ പറയുന്നത്. ദെൻ ഹാൻഡിൽ ചേഞ്ച് ആക്കിയിട്ടുണ്ട്, ഒരു ബാർ ഹാൻഡിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു അപ്രൈറ്റ് ആയിട്ടുള്ളൊരു പൊസിഷൻ നമുക്ക് ഈ ഒരു സ്പ്ലെൻഡറിൽ കിട്ടുന്നുണ്ട്. സ്പ്ലെൻഡറിൽ നോർമലി കുറച്ച് ദൂരം ഒന്ന് ഓടിച്ച് കഴിയുമ്പോൾ എൻ്റെ കയ്യിലും ഒരു സ്പ്ലെൻഡർ ഉണ്ട്. എൻ്റെ ഒരു സെക്കൻഡ് വെഹിക്കിൾ എന്ന രീതിയിൽ എൻ്റെ കയ്യിൽ ഒരു സ്പ്ലെൻഡർ ഇരിപ്പുണ്ട്. അപ്പോൾ അത് എന്ന് പറയുമ്പോൾ പോലും നമുക്കൊരു ലോങ് ഡ്രൈവൊക്കെ എടുത്ത് പോകുന്ന സമയത്ത് നമുക്ക് ചെറിയ രീതിയിലാണെങ്കിൽ ഒരു ബാക്ക് പെയിൻ വരുന്നുണ്ട്. ബട്ട് ഇത് എനിക്ക് തോന്നുന്നു കുറച്ചൊന്ന് ആശ്വാസം തരുമെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ ബാക്കി കുറച്ച് വിഷ്വൽസ് ഇത് കാണാം.